മനസ്സിനും നാവിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു വികാരമാണ് എനിക്ക് ഈ ചൂര അച്ചാർ. അതീവ രുചിയിൽ കഴിച്ചാലും മതി വരാത്ത ഈ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഈ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മുള്ളില്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ചൂര കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ തോല് കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഈ അച്ചാറിന് തോൽ ആവശ്യമില്ല. നമുക്ക് വേണ്ടുന്ന കഷ്ണത്തിൻ്റെ വലിപ്പത്തിനേക്കാൾ കുറച്ചും കൂടി വലുതാക്കി എടുക്കുക കഷ്ണങ്ങൾ. ഇതിലേക്ക് നമുക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള മസാല ചേർക്കാം. നമുക്ക് സാധാരണ ചേർക്കുന്ന പോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ എരിവുള്ള 3 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആണ് ചേർത്തിട്ടുള്ളത്. നമ്മളിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഒരു 20 മിനിറ്റാണ് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളൊരു സമയം. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 100 ഗ്രാം അളവിൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഇതുപോലെ കുഞ്ഞാക്കി ഒന്ന് മുറിച്ചെടുക്കുക. ചെറുതാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ കനം കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം. നമ്മൾ ഇഞ്ചിക്കറിക്കൊക്കെ അരിഞ്ഞെടുക്കുന്ന പോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ചൂടായ ശേഷം അതിലേക്ക് നമുക്കൊരു 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒട്ടും വൈകാതെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് ഒന്ന് മൊരിയിച്ചെടുക്കാം. നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് വേണം മീൻ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ മൊരിയിച്ചെടുക്കാനായിട്ട്. മൊരിഞ്ഞു വന്ന ശേഷം നമുക്കിത് മറു സൈഡിലോട്ട് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോൾ കഷ്ണങ്ങൾ പൊട്ടാതെ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം മറിച്ചിടാനായിട്ട്. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്കിത് വറുത്ത് കോരി എടുക്കാവുന്നതാണ്. നമ്മൾ ഈ എടുക്കുന്ന സ്റ്റേജിനേക്കാളും കുറച്ചും കൂടി ഒരു ക്രിസ്പി ആയിട്ടായിരിക്കും തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് കിട്ടുന്നത്. ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഈ തയ്യാറാക്കിയ വെളുത്തുള്ളി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീ അണച്ച് വെക്കാം. മസാലകൾ ചേർക്കുന്നതിന് മുന്നേ തീ അണച്ചില്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ കായവും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2-2.25 സ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് അളവിൽ വിനാഗിരി ചേർക്കുന്നുണ്ട്. വിനാഗിരി ചേർത്ത ശേഷം തീ നമുക്ക് ഓൺ ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് തീ അണച്ചിത് മാറ്റി വയ്ക്കാം. നമ്മൾ തയ്യാറാക്കിയ മീൻ കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ തണുത്ത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ കണ്ടോ? ഇതിപ്പം അത്യാവശ്യം ക്രിസ്പി ആയിട്ടുണ്ട്. എന്നാൽ ഒരുപാട് ക്രിസ്പി ആക്കാനായിട്ട് പാടില്ല. നമുക്ക് ചവയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് വേണ്ടുന്നതിൻ്റെ കുറഞ്ഞ അളവിൽ മാത്രമേ എപ്പോഴും മീൻ കഷ്ണങ്ങൾ മൂപ്പിച്ചെടുക്കാനായിട്ട് പാടുള്ളൂ. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പാകത്തിനുള്ള അളവിൽ നമുക്ക് ആയി കിട്ടും. എന്നിട്ട് ഈ കഷ്ണങ്ങളൊക്കെ ചേർത്ത് നമ്മുടെ മസാല ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അച്ചാർ തയ്യാറാക്കി അന്ന് തന്നെ ഉപയോഗിക്കാതെ അടുത്ത ദിവസം ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴാവും നല്ലൊരു ടേസ്റ്റ് അച്ചാറിന് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.